മുരുടേശ്വരത്ത് നിന്ന് റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. ഇന്ന് പോകുന്നത് ജോഗ് ഫാൾസ് കാണാനാണ്. ഇവിടെ നിന്ന് ഡയറക്റ്റ് ബസ് ജോഗ് ഫാൾസിലേക്കില്ല. ഇവിടുന്ന് ഹോണവാറിൽ പോയിട്ട് അവിടുന്ന് ഷിമോഗ ബസ് കയറി തലകുപ്പ ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ മാറിക്കയറും. തലകുപ്പയിൽ നിന്ന് ജോഗ് ഫാൾസിലേക്ക് ബസ് കിട്ടും. മുരുടേശ്വരത്ത് തന്നെയുള്ള മറ്റൊരു ക്ഷേത്രത്തിന്റെ കുളമാണിത്. ഹൈവേയിൽ നിന്നാണ് ഹോനവാറിലേക്കുള്ള ബസ് കിട്ടുക. അവിടേക്ക് ഒരു ഓട്ടോയിൽ പോവുകയാണ്. രാവിലെ 7:30-ക്കാണ് മുരുടേശ്വരത്ത് നിന്ന് റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയത്. ഹോനവാറിലേക്കുള്ള ബസ് കിട്ടുന്ന ഹൈവേ ആണിത്. ഹോനവാറിലേക്കുള്ള ബസ്സിലാണിപ്പോൾ. 37 രൂപയാണ് ഹോനവാറിലേക്കുള്ള ബസ് ടിക്കറ്റ്. മുരുടേശ്വരത്ത് നിന്നും ഹോനവാറിലേക്ക് 26.5 കിലോമീറ്ററാണ് ദൂരം. ശരാവതി നദിയാണിത്. ഹോനവാറിലാണ് ഇത് അറബിക്കടലുമായി ചേരുന്നത്. 122 കിലോമീറ്റർ നീളമുള്ള നദിയാണിത്. ഒരു തുറമുഖ പട്ടണമാണ് ഹോനവാർ. ഹോനവാറിലെ ബസ് സ്റ്റാൻഡാണിത്. ഇവിടെ നിന്ന് തലകുപ്പ വഴി ബാംഗ്ലൂർക്ക് പോകുന്ന ബസ്സിൽ കയറി. ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല. 96 രൂപയാണ് ഹോനവാറിൽ നിന്നും തലകുപ്പയിലേക്കുള്ള ടിക്കറ്റ് ചാർജ്. ഉത്തര കർണാടക ആയതിനാൽ നോർത്ത് വെസ്റ്റ് കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളാണ് ഇവിടെയുള്ളത്. വലിയ വളവ് തിരിവുകളും കയറ്റവും ഇറക്കവുമുള്ള റോഡാണ്. വലിയ തിരക്കില്ലാത്തതിനാൽ സീറ്റിലേക്ക് കാൽ കയറ്റിവെച്ച് വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് യാത്രക്കാർ ഇതിൽ യാത്ര ചെയ്യുന്നത്. ഞാൻ ഹൊന്നവാറിന്ന് കയറിയ ബസ് ജോഗ് ഫാൾസ് വഴിയായിരുന്നു പോകുന്നത്. അതെനിക്കറിയില്ലായിരുന്നു. അപ്പോൾ തലകുപ്പ പോകുന്നതിന് മുമ്പ് തന്നെ ജോഗ് ഫാൾസ് എത്താനായി. ഇവിടെ ജോഗ് ഫാൾസ് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ 20 രൂപയാണ് ജോഗ് ഫാൾസ് കാണാനുള്ള ടിക്കറ്റ് ചാർജ്. ഇവിടെയെല്ലാം റിനോവേഷൻ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 7:30-ക്കാണ് മുരുടേശ്വരത്ത് നിന്ന് യാത്ര ആരംഭിച്ചത്. 10 മണിയായപ്പോൾ അവിടെ എത്തി, ജോഗ് ഫാൾസ് എത്തി. ജോഗ് ഫാൾസ് കാണാനുള്ള വ്യൂ പോയിന്റിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ശരാവതി നദിയിലാണ് ജോഗ് ഫാൾസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വാട്ടർഫാൾസ് ആണിത്. 253 മീറ്റർ ഉയരമുള്ളതാണ് ഈ വാട്ടർഫാൾസ്. ഉയരം കൂടിയ വാട്ടർഫാൾസിൽ ലോകത്ത് 490-ാം സ്ഥാനമാണ് ജോഗ് ഫാൾസിന്. കർണാടകയിലെ ഷിമോഗ ജില്ലയിലാണ് ജോഗ് ഫാൾസ്. രാജ, റാണി, റോറർ, റോക്കറ്റ് എന്നിങ്ങനെ 4 വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെയുള്ളത്. 250 മീറ്റർ ഉയരമുള്ള രാജ വെള്ളച്ചാട്ടമാണ് ഇതിൽ ഏറ്റവും വലുത്. ഒന്നിലധികം വ്യൂ പോയിന്റുകൾ ഇവിടെയുണ്ട്. റിനോവേഷൻ വർക്ക് നടക്കുന്നതിനാൽ മറ്റുള്ള വ്യൂ പോയിന്റുകൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ജോഗ് ഫാൾസിന് കുറച്ച് താഴെയായിട്ടുള്ള മഹാത്മാഗാന്ധി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. 1952-ലാണ് ഇത് കമ്മീഷൻ ചെയ്തത്. മലമുകളിലൂടെയുള്ള പെൻസ്റ്റോക്ക് പൈപ്പുകളും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും. ജോഗ് ഫാൾസിലേക്കുള്ള നീരൊഴുക്ക് വളരെ കുറവായതിനാൽ വളരെ ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടമേ ഇപ്പോൾ ഇവിടെയുള്ളൂ. ഒട്ടേറെ ടൂറിസ്റ്റുകൾ ജോഗ് ഫാൾസ് കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ജോഗ് ഫാൾസ് കണ്ട് തിരിച്ചു പോവുകയാണ്. ഇനി നേരെ പോകുന്നത് മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ്. ഇവിടുന്ന്
സാഗര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബസ് കിട്ടുമെന്ന് പറഞ്ഞു. അവിടുന്ന് സാഗരയിൽ നിന്ന് ഡയറക്റ്റ് മൂകാംബികയ്ക്ക് ബസ് ഉണ്ട് എന്നാണ് കേട്ടത്. ജോഗ് ഫാൾസിലേക്കുള്ള പുതുതായി നിർമ്മിക്കുന്ന എൻട്രൻസ് കവാടമാണിത്. ഇവിടെ നിന്നും 11:30 സാഗര എന്ന സ്ഥലത്തേക്ക് ബസ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. 2 ബസ്സുകൾ വന്നെങ്കിലും അതൊന്നും സാഗര പോകുന്നതായിരുന്നില്ല. 11:30 ആകുമ്പോഴേക്കും സാഗരയ്ക്കുള്ള ബസ് വന്നു. പ്രൈവറ്റ് ബസ്സാണിത്. ജോഗ് ഫാൾസിൽ നിന്നും 40 രൂപയാണ് സാഗരയ്ക്കുള്ള ടിക്കറ്റ് ചാർജ്. കർണാടക പവർ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഗസ്റ്റ് ഹൗസുകളാണിത്. ഇവിടെ ഒരു ഗ്രൗണ്ടും ചിൽഡ്രൻസ് പാർക്കും നമുക്ക് കാണാം. ഇവിടെയെല്ലാം ചെറിയ ചെക്ക് ഡാമുകളുണ്ട്. ശരാവതി നദിയാണിത്. വലിയ വയൽ പ്രദേശത്തു കൂടിയാണ് ഇപ്പോൾ ബസ് കടന്നു പോകുന്നത്. ബസ് ഇപ്പോൾ സാഗരയിലുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തി. ഇവിടെ നിന്നും കൊല്ലൂരിലേക്ക് 1:30 ബസ്. കൊല്ലൂരിലേക്ക് പോകുന്ന വഴി ഹസിരമക്കി എന്ന സ്ഥലത്ത് നിന്നും ബസ് ലോഞ്ചിൽ കയറ്റേണ്ടതിനാൽ അതിന് പറ്റുന്ന രീതിയിലാണ് ബസിന്റെ ബോഡി നിർമ്മിച്ചിട്ടുള്ളത്. ഈ ബസ്സിലാണ് എനിക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് 144 രൂപയാണ് കൊല്ലൂരിലേക്കുള്ള ടിക്കറ്റ് ചാർജ്. 1:30 തന്നെ ബസ് യാത്ര ആരംഭിച്ചു. വരദ നദിയുടെ തീരത്ത് സഹ്യാദ്രി പർവ്വത നിരകളുടെ ഭൂപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് സാഗര. ബസ് ഇപ്പോൾ ഹസിരമക്കിയിൽ എത്തിയിരിക്കുകയാണ്. ശരാവതി നദിക്ക് കുറുകെ ഇവിടെ പാലമില്ലാത്തതിനാൽ ബസ് ലോഞ്ചിൽ കയറ്റിയിട്ട് വേണം മറുകരയിൽ എത്തിക്കാൻ. മറുകരയിൽ നിന്നും ലോഞ്ചിലെത്തിയ വാഹനങ്ങളാണ് ഈ പോകുന്നത്. ഇരുചക്ര വാഹനം മുതൽ ബസ്സും ലോറിയും ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളും ലോഞ്ചിൽ കയറിയാണ് മറുകരയെത്തുന്നത്. കാറുകളുടെ ഫ്രണ്ട് നിലത്ത് തട്ടാതെ വളരെ പ്രയാസപ്പെട്ടാണ് ലോഞ്ചിൽ നിന്നും ഇറങ്ങുന്നത്. പത്ത് വാഹനങ്ങൾ വരെ ഈ ലോഞ്ചിൽ കയറ്റാൻ കഴിയും. ഇതാണ് ലോഞ്ച്. വാഹനങ്ങൾ റിവേഴ്സിലാണ് ലോഞ്ചിലേക്ക് കയറ്റുന്നത്. പരമാവധി വാഹനങ്ങൾ ലോഞ്ചിൽ കയറ്റുവാനായി വളരെ അടുത്തടുത്തായിട്ടാണ് ലോഞ്ചിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഞാൻ കയറിയ ബസ്സാണ് ലോഞ്ചിൽ കയറ്റാനായി വരുന്നത്.
ലോഞ്ചിൽ കയറുവാനുള്ള സൗകര്യാർത്ഥമാണ് ബസിന്റെ ബോഡി നിർമ്മിച്ചിട്ടുള്ളത്. ശരാവതി നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ ബ്രിഡ്ജാണിത്. ഒരാൾക്ക് 10 രൂപയാണ് ലോഞ്ചിൽ യാത്ര ചെയ്യാനുള്ള ചാർജ്. കാറിന് 50 രൂപയുമാണ്. ലോഞ്ച് യാത്ര ആരംഭിക്കുകയാണ്. ഇവിടെ നദിയിൽ ചെറിയൊരു ദ്വീപ് നമുക്ക് കാണാൻ കഴിയും. സാഗരയിൽ നിന്നും 2 വഴികളാണ് കൊല്ലൂരിലേക്കുള്ളത്. ഞാനിപ്പോൾ യാത്ര ചെയ്യുന്ന ഈ റൂട്ടിൽ 65 കിലോമീറ്ററും മറ്റേ റൂട്ടിൽ 103 കിലോമീറ്റർ ദൂരവുമാണ് കൊല്ലൂരിലേക്ക് ഉള്ളത്. മറുകരയിൽ നിന്ന് ആളുകളെയും വാഹനങ്ങളെയും കയറ്റി പോകുന്ന മറ്റൊരു ലോഞ്ചാണിത്. ഈ ലോഞ്ച് യാത്ര നൽകുന്ന എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. ഇരുപത് മിനിറ്റോളം എടുക്കുന്ന 1.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയാണിത്. പുതുതായി നിർമ്മിക്കുന്ന ബ്രിഡ്ജിന് 2 കിലോമീറ്ററിലധികം നീളമുണ്ട്. 300 കോടിക്ക് മുകളിലാണ് ഇതിന്റെ എസ്റ്റിമേറ്റ്. നല്ല സ്പീഡിലാണ് ലോഞ്ച് പോകുന്നത്. ബ്രിഡ്ജിന്റെ വർക്ക് ഏകദേശം പകുതിയോളം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു.
ബ്രിഡ്ജ് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന വലിയ ക്രെയിനുകളാണ് നമ്മൾ ഈ കാണുന്നത്. ലോഞ്ച് തീരത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ വാഹനങ്ങളും ജനങ്ങളും ലോഞ്ചിനായി കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാം. ലോഞ്ചിൽ നിന്ന് വാഹനങ്ങൾ ഓരോന്നായി പുറത്തേക്ക് ഇറക്കുകയാണ്. ബസ് ലോഞ്ചിൽ നിന്നും ഇറക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ് ഈ ലോഞ്ച് യാത്ര. ലോഞ്ചിൽ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം ചെന്നപ്പോൾ ബസ് ഒരു സ്ഥലത്ത് ചായ കുടിക്കുവാൻ നിർത്തി. ഇരുപത് മിനിറ്റോളം ബസ് ഇവിടെ നിർത്തിയതിനു ശേഷമാണ് വീണ്ടും യാത്ര ആരംഭിച്ചത്. ഈ റൂട്ടിൽ അധികം ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് തോന്നുന്ന സ്ഥലത്തൊക്കെ അവർ നിർത്തുന്നുണ്ട്. കുറച്ച് മുമ്പ് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. അവിടെ നിന്ന് ഇപ്പോൾ പോന്നിട്ട് ഏകദേശം 1 മണിക്കൂർ ആവുന്നുള്ളൂ. ഇപ്പോൾ വീണ്ടും ഇവിടെ ഒരു സ്ഥലത്ത് ചായ കുടിക്കാമെന്ന് പറഞ്ഞ് നിർത്തിയതാണ്. ബസ്സിൻ്റെ കണ്ടക്ടറാണ് ആ ഇരിക്കുന്നത്. നാകൊടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ബസ് വീണ്ടും യാത്ര തുടർന്നു. ചുരം ഇറങ്ങുകയാണ് ഇപ്പോൾ. അഞ്ചേ കാലോടുകൂടി ബസ് കൊല്ലൂരെത്തി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിനടുത്തുകൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. മൂകാംബിക ക്ഷേത്രത്തിന്റെ മുൻവശമാണിത്. ഇവിടെ ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് നടക്കുകയാണ് ഇപ്പോൾ. ഇവിടെയാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. മറ്റു കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.